ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നൊക്കെ പറയാനായിട്ട് കോളേജിലെ പ്രൊഫസർമാർ ഇപ്പോൾ റിട്ടയർ ചെയ്ത പ്രൊഫസറായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല അദ്ദേഹം MG കോളേജിലുള്ള അധ്യാപകനാണ്. അതെ, അപ്പോൾ അദ്ദേഹം ഇപ്പോഴും അധ്യാപകനാണ്. അദ്ദേഹം ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുകയാണ്. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഗതികേട്. ഞാൻ ഒരു 5-6 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ഈ കൊലപാതകം നടന്ന സമയം മുതൽ എന്തൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാനും അട്ടിമറിക്കാനും നോക്കി. ഈ കൊലപാതകം നടന്നപ്പോൾ ആദ്യം പറഞ്ഞത് എന്താ? മാഷ അള്ളായുടെ സ്റ്റിക്കർ പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം PC ജോർജ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ബോംബെയിൽ നിന്ന് ഏതോ ഒരു വ്യവസായിക്ക് TP ചന്ദ്രശേഖരനുമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം അന്വേഷണ സംഘം വന്നു. ആ അന്വേഷണ സംഘം വന്നപ്പോഴത്തേക്ക് ഈ പ്രൊഫസറുടെ പാർട്ടി ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി അവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ചോർത്തി പത്രത്തിൽ കൊടുത്തു. അവസാനം അവർ പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 20-25 പേരെ കൂറുമാറ്റിച്ചിട്ട് കേസിൽ വിചാരണ തുടങ്ങിയപ്പോൾ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ, അവർക്ക് TP ചന്ദ്രശേഖരനുമായിട്ട് ബന്ധമൊന്നുമില്ല, വാടക കൊലയാളികളായിരുന്നെങ്കിലും പ്രൊഫസർ പറഞ്ഞു. ആ 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് വേണ്ടി വാദിച്ചത് ആരാണെന്ന് ഈ ഇടതുപക്ഷ പ്രൊഫസർക്ക് അറിയാവോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേര് B. രാമൻ പിള്ള എന്നാണ്. B. രാമൻ പിള്ള എന്ന് പറയുന്നയാൾ കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ വക്കീലാണ്. അപ്പോൾ എനിക്ക് ഇടതുപക്ഷ പ്രൊഫസറോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, ചന്ദ്രശേഖരനുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന, ചന്ദ്രശേഖരനെ മുഖത്ത് 51 വെട്ടി അയാളെ അതിഭീകരമായി കൊലപ്പെടുത്തിയ 1 മുതൽ 7 വരെയുള്ള വാടക കൊലയാളികൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്ത ആരാ പ്രൊഫസറെ? ആരാണ് ഈ B. രാമൻപിള്ളയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഫീസ് കൊടുത്തത്? ആരാ? ഒന്ന് പറഞ്ഞു തന്നേ. അത് മാത്രമല്ല, പാർട്ടി വക്കീല് വിശ്വനുണ്ട്. അതെ, ഉള്ളതെല്ലാം, ബാക്കിയുള്ളതെല്ലാം മറ്റേ മലപ്പുറത്തുള്ള ഒരു ശ്രീധരൻ നായർ, എല്ലാം പാർട്ടി വക്കീലന്മാരായിരുന്നു. എല്ലാം പാർട്ടി വക്കീലന്മാർ. അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ട് പാർട്ടി വക്കീലന്മാർ വന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 1 മുതൽ 7 വരെയുള്ള ഈ കൊടും ക്രിമിനലുകൾക്ക്, ഈ കൊടിസുനി, കിർമാണി മനോജ് പോലെയുള്ള ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കാൻ B. രാമൻപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലിന് പൈസ കൊടുത്തത് AKG സെൻറ്ററിലെ ഖജനാവിന് വേണ്ടിയല്ലേ ഇടതുപക്ഷ പ്രൊഫസറെ? അല്ലേ? 1. 2, ഇപ്പോഴും അവർക്ക് വേണ്ടി അവരുടെ അപ്പീലിലും വാദിച്ചതാരാ? അവരുടെ അപ്പീലിലും വാദിച്ചത് B. രാമൻപിള്ളയാണ്. അതുകൊണ്ട് B. രാമൻപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് CPMൻ്റെ ഖജനാവിൽ നിന്ന് പൈസയും കൊടുത്തുകൊണ്ട് TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ കൊലയാളികൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് CPMൻ്റെ അറിവോടുകൂടിയല്ലാതെ പിന്നെ കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണോ? പിന്നെ BJPയുടെ അറിവോടുകൂടിയാണോ നമ്മൾ പറയണോ? ഇത് എന്തൊരു വാദമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോടതി, അപ്പീൽ കോടതി, അതായത് ഡിവിഷൻ ബെഞ്ച്, ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാരും ഡോക്ടർ കൗസർ ഇടപ്പകത്തും ചേർന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ 155 പേജുള്ളൊരു വിധി ഫെബ്രുവരി 19-ാം തീയതി വന്നിരുന്നു. അത് ഈ ഇടതുപക്ഷ പ്രൊഫസർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വായിച്ചില്ലെങ്കിൽ അത്യാവശ്യം ഈ ചർച്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ 94 മുതൽ 97 വരെയുള്ള പേജുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ളൊരു 10-15 പോയിന്റുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.